എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവുമായിരിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലോ ഏറെ വിശത്താൽ ചൊല്ലിയിടുന്നു. 1970-80 കാലഘട്ടങ്ങളിലാണ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വലിയ തോതിലുള്ള പ്രവാസം ആരംഭിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ എണ്ണയുടെ കണ്ടെത്തൽ വൻതോതിലുള്ള തൊഴിലവസരങ്ങളുണ്ടായി. കേരളത്തിൽ നിന്ന് ജോലി തേടി ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം 1970-കൾക്ക് ശേഷം വലിയ സാമൂഹിക മാറ്റങ്ങളിൽ ഒന്നായി മാറി. പഴയകാലത്തെ പ്രവാസം അത്ര എളുപ്പമൊന്നുമല്ലായിരുന്നു. ഗൾഫിലേക്കുള്ള യാത്ര വിമാനമല്ലാതെ കടൽ മാർഗത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റു ദൈർഘ്യമേറിയ ദുർഘടമായ വഴികളിലൂടെയോ ആയിരുന്നു അക്കരെ എത്തിയത്. തൊഴിൽ ലഭിച്ചിരുന്നുവെങ്കിലും ജീവിതം ഏറെ പ്രയാസകരമായിരുന്നു. പ്രിയപ്പെട്ടവരിൽ നിന്ന് ദൂരെയായി ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു. കുടുംബവുമായുള്ള ബന്ധം കത്തിലൂടെയോ അല്ലെങ്കിൽ വളരെ അപൂർവമായി വരുന്ന ഫോൺ കോളിലൂടെയോ ആയിരുന്നു. പെൻഷൻ, സാമൂഹിക സുരക്ഷ, തൊഴിൽ നിയമങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ പോലെ ഉറപ്പുള്ളതായിരുന്നില്ല. എങ്കിലും ഗൾഫിൽ ജോലി ചെയ്യുന്നവരുടെ കഠിനാധ്വാനത്തിലൂടെ കേരളത്തിൽ വലിയ സാമ്പത്തിക വളർച്ചയും ജീവിതമാറ്റവും നടന്നു എന്ന വസ്തുത തള്ളിക്കളയാനാവില്ല. ഇന്നും ചില പ്രവാസികൾ അതേ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു. നിയമവിരുദ്ധമായ ജോലികൾ, തൊഴിലില്ലായ്മ, താമസ പ്രശ്നങ്ങൾ തുടങ്ങിയവ ഇപ്പോഴും നിലനിൽക്കുന്നു. പ്രവാസം മലയാളിയുടെ സാമ്പത്തികമായ ഒരു അഭിവൃദ്ധിക്ക് വഴിയൊരുക്കിയെങ്കിലും അതിനൊപ്പം തന്നെ പല കുടുംബ ബന്ധങ്ങൾക്കും മാനസികമായി വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ദീർഘനാളുകൾ കുടുംബത്തിന് അകലെ കഴിയുന്നത് ബന്ധങ്ങളിൽ ഒരു വികാര ശൂന്യത സൃഷ്ടിച്ചു. കുട്ടികളോടും ഭാര്യയോടും ബന്ധം റിമോട്ട് കൺട്രോളായി മാറി. കുട്ടികളുടെ വളർച്ചയിൽ അമ്മയോ അച്ഛനോ ഇല്ലാതായിരുന്നതിൻ്റെ മാനസിക ആഘാതം ഉണ്ടാകുന്നു. ചില ബന്ധങ്ങൾ തകർച്ചയിലേക്ക് നീങ്ങുന്നു. പ്രവാസം ഒരു ജീവിത വഴിയാകും. പക്ഷേ അതിൻ്റെ പേരിൽ കുടുംബ ബന്ധങ്ങൾ ദുർബലമാകാതിരിക്കാൻ അതിജീവനവും വിവേകവും പ്രധാനമാകുന്നു. സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം ബന്ധങ്ങളുടെ മൂല്യവും അതിൻ്റെ ദൈർഘ്യവും സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രവാസം ഒരു കടമയാകുമ്പോൾ ബന്ധങ്ങൾ പണിയുന്നതും സംരക്ഷിക്കുന്നതും ഒരു ദൗത്യമാണ്. പ്രവാസം ഒരു കടമയാകുമ്പോൾ ബന്ധങ്ങൾ പണിയുന്നതും സംരക്ഷിക്കുന്നതും ഒരു ദൗത്യമാണ്. സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെടാത്ത ഒരു പ്രവാസം, അതാണ് ലക്ഷ്യം വെക്കേണ്ടത്. പ്രവാസി
പ്രവാസി എത്ര തവണ ഗൾഫിൽ പോയി മടങ്ങി വന്നാലും പിന്നെയും എയർപോർട്ട് കാണുമ്പോൾ നെഞ്ചു പിടയുന്ന ഒരു അനുഭവം ഉണ്ടാവും. വീട്ടുകാരോടും കൂട്ടുകാരോടും ഒക്കെ യാത്ര പറഞ്ഞ് പിരിയുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അതൊരു പ്രവാസിക്ക് മാത്രമേ മറ്റൊരു പ്രവാസിയുടെ ആ ഒരു വേദന മനസ്സിലാക്കാൻ സാധിക്കൂ. ഒരു കുടുംബത്തിന്റെ ഒന്നാകെയുള്ള പ്രതീക്ഷയുടെ ഭാരവും പേറിയാണ് അവരാ പോകുന്നത്. ഓരോ തവണ മടങ്ങി വരുമ്പോഴും ഇനി തിരിച്ചില്ല എന്നുള്ളൊരു പ്രതിജ്ഞയെടുത്തായിരിക്കും വരുന്നത്. പക്ഷെ നാട്ടിലെയും വീട്ടിലെയും ഉത്തരവാദിത്തങ്ങളും ചുമതലകളുടെ ഭാരവും അവരെ വീണ്ടും തിരിച്ച് പ്രവാസത്തിലേക്ക് നയിക്കും. ഗൾഫുകാരന്റെ ഭാര്യ എന്ന് പറയുമ്പോ എല്ലാവർക്കും അടക്കം പറിച്ചതും തമാശയ്ക്ക്, പക്ഷെ അനുഭവിച്ചവർക്കറിയാം അതിന്റെ പെയിന്. എവിടുന്ന ജീവിതം പഠിക്കുക? ജീവിതം പഠിക്കുന്നത് സങ്കടങ്ങളിൽ നിന്നാണ്. സന്തോഷങ്ങൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തന്നിട്ടില്ല. സങ്കടങ്ങൾ അങ്ങനല്ല, ജീവിതം പഠിച്ചു. അതുകൊണ്ട് ഇപ്പൊ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ അത് ജീവിതത്തിന്റെ ഫുൾ സ്റ്റോപ്പാണ് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അത് സെമിക്കോളൻ മാത്രമാണ്.